ആ കുഞ്ഞാവയ്ക്ക് പാല് കൊടുക്കണേ. ഇനി ഒരു താരാട്ടം കൂടി പാട്ടി കഴിഞ്ഞ അടിപൊളിയായി. കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ കുഞ്ഞി കണ്ണു തുറന്നാട്ടെ. പ്ലേറ്റ് ഇത് കേട്ടോ. പ്ലേറ്റ് PL. ആരാ തട്ടിയവിടെ? ആ കിട്ടും ഞാൻ എൻ്റെ ഇരുന്നത്. ഈശ്വര ഇത് വേറെ അട്ട ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് കാട്ടി വെച്ചിരിക്കണ നോക്കാം. ഒരു സ്റ്റാപ്ലർ ഇട്ട് ഒട്ടിക്കാൻ പറഞ്ഞു പറയട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. ഇന്ന് നമ്മൾ അമ്മ ആണല്ലേ പണിയാണ്. അമ്മ പണിയാണല്ലേ? നാക്കി ഫുഡ് എന്താ അറിയോ കഴിക്കാളുടെ കൊണ്ടുവന്നത് ഇഡ്ഡലി കഴിച്ചിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് ഗൈസ് പിന്നെയും പറയും. എങ്ങനെ അറിയോ? റെഡി ആയി വന്നിട്ട് എപ്പോഴും നാളെ റെഡി ആവുമ്പോ അച്ഛൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നില്ലേ? കൈ കഴുകി. സൂപ്പർ സൂപ്പർ, നല്ല കുട്ടി കേട്ടോ. ഇതുപോലത്തെ നല്ല കുട്ടീനെ കാണാൻ കിട്ടില്ല. പെട്ടെന്നായിക്കോട്ടെ. പലത് 8:30 ഇനി എപ്പോഴും ആരെ കാത്തിരിക്കാനാണ്? ഹലോ, പെട്ടെന്ന് കഴിക്കും മുത്തുമണിയെ. ഒരു ഇഡ്ഡലിയും കൂടി അല്ലേ ഇനി ബാക്കിയുള്ളൂ? അത് പെട്ടെന്ന്. ഇനി എവിടെ 3 ആ കുഞ്ഞിന് 3 ആ വലിയ ഇഡ്ഡലി അതാരെ കഴിക്കാപ്പോ? അത് മുത്തച്ഛിക്കുള്ള. ആഹാ അയ്യടാ മര്യാദക്ക് കഴിച്ചോട്ടോ 3. എടാ 2 ഇഡ്ഡലി മതിയോ? 2 ഇഡ്ഡലി മതിയോ? ഇല്ല. ആ ഇന്ന് അമ്മ ഒരു സ്പെഷ്യൽ റൈസാണ് ഉണ്ടാക്കണത് വാവക്കുട്ടിക്ക് വേണ്ടിയിട്ട്. ലെമൺ റൈസാണ് ഇത്. തമിഴ്നാട്ടിലെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൈസാണ്. ഒരുപാട് പേര് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഈ സാധനം മാത്രം ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം കറി ആവശ്യമില്ല, ഉപ്പേരി ആവശ്യമില്ല, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി സാധനമാണ്. ശരിയായടാ? മഞ്ഞൾപ്പൊടി ഇല്ല. മഞ്ഞൾപ്പൊടി വേണ്ട, കളറല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. ടേസ്റ്റ് വന്നാ ഓക്കെ. അപ്പൊ പിന്നെ അവിടെ കഴിച്ചോളൂ. അയ്യോ കുഞ്ഞ് അയ്യോടോ പോയങ്ങതാ തുണി. കണ്ട കുഞ്ഞാണിപ്പോ എത്ര വലിപ്പുണ്ടെന്നറിയോ? ഈ വക്കുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചോ, എന്നാ ഈസി ആയിട്ട് പോവും. ഞാൻ കാണിച്ചരാ. അന്ന് എണ്ണച്ചുണ്ടോ? എണ്ണ അതാ നല്ലത്. ഇവിടുന്നോട്ടിട്ട് അത് വരാം കുഞ്ഞാണി. ആ കുഞ്ഞാവയ്ക്ക് പാല് കൊടുക്കണ്ടേ. ഇനി ഒരു താരാട്ടം കൂടി പാട്ടി കഴിഞ്ഞ അടിപൊളിയായി. ആ കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ കുഞ്ഞി കണ്ണു തുറന്നാട്ടെ. നേരം പുലര നേരത്തെ നീയും മാട്ടുകിടന്നാലോ. ഓമന പല്ലുകൾ തേക്കണ്ടേ, ഓമന ഉറും കഴുകണ്ടേ, തീരത്താനാം പോകണ്ടേ. കുഞ്ഞാവയ്ക്ക് ചിരി വന്നിട്ട് ഇത് കഴിഞ്ഞില്ലേ പാല്? ആ നോക്കിയേ 8:45 നേരം. എപ്പാടെത്താൻ 9 മണിക്കുള്ള അവിടെ അസംബ്ലി തുടങ്ങി 9:15 പക്ഷെ അസംബ്ലി കാര്യങ്ങള് ചടങ്ങുകള് പ്രാർത്ഥന അങ്ങനത്തെ കുറെ ചടങ്ങുകളുണ്ട്. അതിന് മുമ്പ് എത്തണ്ടേ? ഇതൊക്കെ കഴിയുമ്പോഴേക്ക് എത്തുള്ളൂ. എനിവേ ഇന്ന് നല്ലൊരു ദിവസമാണ്. ബ്ലൂ സ്കൈ ആണ്, സണ്ണി ഡേ ആണ്, നല്ല വെയിലൊക്കെ ഉള്ള ഒരു അടിപൊളി ദിവസമാണ്. പൊരിഞ്ഞ ചൂട് മാത്രം ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് കുട്ടീനെ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അതും കൂടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിൽ മാത്രമാണ് അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നേരമില്ല. ഇതെന്താ കുറെ കലണ്ടറും വെച്ചോണ്ടിരിക്കണേ? ഒന്നും മനസ്സിലാവണില്ല, കണ്ണ് കാണുന്നില്ല. എന്തൊക്കെ അറിയണ്ടേ? അല്ല ഇതൊക്കെ എന്താ ഇങ്ങനെ കാട്ടി? ഇതൊക്കെ കൊറേ ഉണ്ടല്ലോ. അത് ആഗസ്റ്റ് അല്ലേ? ആഗസ്റ്റിലപ്പോ എന്താ പറയുക, ഓണല്ലേ ഉണ്ടാവുക? ഓണാണല്ലേ? അങ്ങനെ ഒന്നും നോക്കിയിട്ട് മനസ്സിലാവണില്ല, കണ്ണ് കാണണേ. ഇത്രയും സാധനം ഓഗസ്റ്റില് വരണം, അത് ഓണല്ലാതെ വേറെ എന്താ വരിക? ഇവിടേക്ക് നല്ല ഓണത്തിന്. ആ രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാ, ചെറുപയർ ദോശ. ഒരുപാട് ചോറാണ് കഴിച്ചു കഴിഞ്ഞാല് ശരിയാവില്ല. മൊത്തം അരിയല്ലേ, അരിയാഹാരമല്ലേ. ഇതാകുമ്പോൾ ആ പ്രശ്നമല്ല. ഇത് ചെറുപയർ ദോശയാണല്ലോ അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ അതാ അമ്മുൻ്റെ വക ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
കളർ നോക്കണ്ട. മഞ്ഞപ്പൊടി ഇന്നലെ കഴിഞ്ഞതിന് ശേഷം എന്താ കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് കളർ വ്യത്യാസം. പിന്നെ അമ്മൂൻ്റെ വക ഉള്ളി തക്കാളി മസാല ഉണ്ട്. പിന്നെ ഞാനിതാ ചെറുപയർ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാൾക്ക് തികയൂടാ? അറിയില്ല, ഏകദേശം എടുത്ത് തികയൊന്നും അറിയില്ല. പിന്നെ ഏതായാലും അത് ഉണ്ടാക്കിയില്ലേ, കുറച്ചെടുത്തോളൂ. ഇതിപ്പോ എന്താ നാളേക്ക് എന്തുണ്ടാക്കാനാ? നാളെ മുളക് പൂശ ഉണ്ടാക്കണം, ഒന്ന് കട്ട് ചെയ്യണത്. അത് രണ്ടും പാതി കട്ട് ചെയ്ത് തരണം കേട്ടോ. മുളക് പൂശിയ അന്നുണ്ടാക്കിയ പോലെയാ? അത് വെറൈറ്റിയാ? അതുപോലെ തന്നെ. നല്ല പൊരിയ വെയിലാണ്. ഞാനേ വാക്കുട്ടിനെ കൊണ്ട് പോയി കൊണ്ടുവരട്ടെ കേട്ടോ. വേഗം പോയി കൊണ്ടുവരാം. അതെ ചീത്തൊക്കെ പറയണ്ടാന്ന് അമ്മോട് പറഞ്ഞു. എന്തിനാ എന്തിനാ അങ്ങനെ പറഞ്ഞു? വാട്ടർമെലൻ വാങ്ങിച്ചോണ്ട് വാട്ടർമെലൻ മേടിച്ചു, അതുകൊണ്ട് ചീത്ത വരണ്ടല്ലോ. എപ്പോഴും പറഞ്ഞു മുട്ടായി വേണ്ടാന്ന്. നോക്കാം. അയ്യോ സ്പൈഡർ സ്പൈഡറില്ലേ? അമ്മു വാട്ടർമെലൻ ഹാപ്പി ആയോ? അമ്മയ്ക്കാണ്. ഓ നമുക്ക് എല്ലാവർക്കും അതവിടെ പോയിരുന്ന് തിന്നോ? മുട്ടായി തന്ന ഓലൂന്ന് ആരെ പറഞ്ഞേ? വെറുതെ പറയാ. മിഠായി മാറ്റി വരും പറഞ്ഞു. മോളെ പ്ലേറ്റ് ഉണ്ടാക്കാം. ബാക്കുട്ടിക്ക് മാമൂണുണ്ടേ, മാമൂണുണ്ടേ. മിച്ചറൊന്നും ആദ്യോ ഇത് കഴിയട്ടെ അത്ര മതിയായി. അത് കൂട്ടി കഴിക്കാം. അത് കുറച്ച് തിന്നട്ടോ, ഉള്ളിലുണ്ടെ തിന്നോട്ടെ. കേട്ടോ, എന്നാലും മതിയാ. എഴുതില്ല ഒന്നും ചെയ്യില്ല പറഞ്ഞു. കുട്ടികളെ എഴുതില്ല ഒന്നും ചെയ്തില്ല എന്ന് പറയും ഇത്ര ടീച്ചർമാര്. അപ്പൊ ബാക്കുട്ടി എഴുതലില്ലേ? ഞാനോടാ പറയുന്നത്. ഞാനോടാ പറയണത് കുട്ടികളോട്. കുട്ടികളോട്. കുട്ടികൾ എന്ന് പറഞ്ഞാ വാവനോട് പറയോ? വാവുകുട്ടി എഴുതൂലേ? വാവുകുട്ടി ചൂപ്പറേണി. ചേട്ടനിതാ ഒരു പാത്രം നിറച്ച് വാട്ടർമെലൻ. വാവുകുട്ടി സിനിമ കളിക്കാൻ പോയോ? കളരി എങ്ങനെയാണ് കളിച്ചേ? എന്തെങ്ങനെ? പിന്നെ പിന്നെ സ്കെയിലല്ല വടി. വടി എടുത്തിട്ട് ചെയ്തോ? എങ്ങനെ വടി എടുത്തിട്ട് എന്തൊക്കെയാ കാണിച്ചേ? ചുട്ടും. എങ്ങനെ ചുറ്റിയെ കാണിച്ചേ? ഓ സ്കെയിലിട്ടപ്പോ മറിച്ചേനെ. അങ്ങനെ ചെയ്യുമ്പോഴേ കുട്ടിയുടെ ഈ വടീൻ്റെ അറ്റേ വേറെയുള്ള കുട്ടികളുടെ കണ്ണ് തട്ടാൻ പാടില്ല കേട്ടോ. അതുപോലെ വേറെയുള്ള കുട്ടികളുടെ വടി വാവയുടെ കണ്ണിലും തട്ടാൻ പാടില്ല. അപ്പം അതിനെന്ത് വേണം? ഒരാൾ ചുറ്റുമ്പോൾ വിട്ടുവെക്കുക. ഓക്കെ, നോക്ക്. പിന്നിലുള്ള കുട്ടികളെ ചുറ്റുമ്പോൾ നമ്മൾ വിട്ടുവെക്കുക. അങ്ങനെ എല്ലാവരുടെയും വടി തട്ടാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കണം. ഓക്കെ, അപ്പം നമ്മുടെ വടി അവരുടെ മേത്തും തട്ടില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചോളുവോ? നിങ്ങളുടെ കട്ട ഇത് അടിച്ചാണോ? ഇത് അടിച്ചാണോ? നിങ്ങളുടെ കട്ട സാറ്. അല്ല കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കും വിശക്കണില്ലേ? ഹോംവർക്ക് എഴുതാൻ തുടങ്ങുകയാണ്. ഹോംവർക്ക് എഴുതാൻ തുടങ്ങേ? പ്ലേറ്റ്. കേട്ടോ പ്ലേറ്റ് PL. ആരാ തട്ടിയവിടെ? കിട്ടും ഞാൻ എൻ്റെ ഇരുന്നത്. പ്ലേറ്റ് അത് പൊട്ടിച്ചില്ലേ? ബുക്ക് നാശാക്കിയില്ലേ? ഈശ്വര, ഇത് വേറെ അട്ട ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് കാട്ടി വെച്ചിരിക്കണ നോക്കാം. 2 ദിവസമായി അങ്ങനെയുള്ളത്. ഒരു സ്റ്റാപ്ലർ ഇട്ട് ഒട്ടിക്കാൻ പറഞ്ഞു. കുട്ടികള് പറഞ്ഞു എന്നാ. ഇത് ഈ കൊലത്തിലേക്ക് തുടങ്ങി 1 മാസത്തിനുള്ളിൽ 7:15 ഇവിടെ ദോശപ്പണി തുടങ്ങി. ചെറുപയർ ദോശ, അരി ദോശ. പാവക്കുട്ടിക്ക് അമ്മ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ആകുമ്പോഴേക്കും അവരെത്തിക്കൊള്ളുമല്ലോ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. എന്താ പാട്ടും കണ്ടുകൊണ്ടിരിക്കുക? പാട്ടും കണ്ടിരിക്കുക. വേറെ പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ഇരിക്കാതെ. എന്തെങ്കിലും പണി വേണം? വേണം, ഉണ്ടെങ്കിൽ കൊണ്ട. എന്ത് പണി ഇപ്പോൾ ഉള്ളത്? നിങ്ങളെ ദോശ കഴിയണം. ശ്രദ്ധ തിരിഞ്ഞാൽ ഇത് കൊളാവും. അമ്മ ഇതാ നിങ്ങളുടെ ദോശ പിടിക്കൂ.
മതി. നീ ഇതിൽ കൂട്ടാനും കാപ്പി ഏതാ? കൂട്ടാനുണ്ടോ? എന്ത് കൂട്ടാനാണ്? കാപ്പി ആയിരിക്കും ഉണ്ടാവുക. 7:30 അമ്മയുടെ തീറ്റ ഇതാ നടന്നുകൊണ്ടിരിക്കണു. ഞാൻ എൻ്റെ ചെറുപയർ ദോശ ഉണ്ടാക്കി പഴം കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ മസാലയൊക്കെ നോക്കിയെടുക്കണം, അത് ചൂടാക്കണം, മെനക്കേടാണ്, പാലാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയായിട്ട് കഴിക്കാമെന്ന് വെച്ചു. അമ്മും കുട്ടി വന്നിട്ടില്ല. കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ അമ്മ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരമാവും. അപ്പോഴേക്കും അവർക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി കൊടുക്കാം. വേറെ എന്താ ചെയ്യും? ദോശ ഉണ്ടാക്കിക്കാൻ തന്നെ തരുന്നുണ്ടോ? വരണം മിസ്റ്റർ. എന്തോ ചൂടൻ എവിടെയായിരുന്നു ഇത്ര നേരം? ട്യൂഷനൊക്കെ എന്തെന്റെ വിചാരം? ഇപ്പൊ തന്നെ പാത്രം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുമല്ലോ. എന്താ പന്തോ? നമുക്കൊന്നും ആർക്കും വിശക്കണില്ലേ? നീ ഇവിടെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്ന കഴിക്കാൻ വിളിക്കണോ അമ്മ? വേഗം പോയി കഴിക്കേ. ഹലോ, ഞങ്ങളുടെ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുന്ന മുത്തശ്ശി ഉണ്ടോന്ന് പോയി നോക്കുക. ആ സ്റ്റോപ്പിൽ ആള് കയറാനില്ല. പോരെ, എത്തി നോക്കണോക്ക. ഇവിടെ എന്താ പരിപാടിന്ന്? എല്ലാ കള്ളത്തരം ഉണ്ട് കയ്യില്. വേണ്ടേ? വേറെ തിന്നണ്ടോ നമുക്ക്? മണി, നമുക്ക് വീട് എൻഡിയറായില്ലേ? ബുക്ക് കേറി. ബുക്ക് കയറിയില്ലേ? അച്ഛനപ്പോ ഒട്ടിക്കാൻ നിക്കുക. എന്നിട്ട് ഇപ്പൊ നാളെ കഴിക്കാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് നാളെ വ്ളോഗ് എടുക്കാം. വീഡിയോ എന്ത് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതെല്ലാം വീണ്ടും കാണാം. ബൈ.